തിരുവനന്തപുരത്ത് നിന്നും വിഷ്ണു കരുണാകരൻ, കേരള വിഷൻ. എറണാകുളം തിരുവാങ്കുളത്ത് അമ്മ പുഴയിലെറിഞ്ഞു കൊന്ന 3 വയസ്സുകാരി ലൈംഗിക പീഡനത്തിനിരയായിരുന്നുവെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ. സ്ത്രീകരണത്തിന് പിന്നാലെ അച്ഛന്റെ അടുത്ത ബന്ധുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കുട്ടിയുടെ അമ്മയെ ഇന്ന് വീണ്ടും ചോദ്യം ചെയ്യും. വിവരങ്ങളുമായി വിനയ രാജ് ചേരുന്നുണ്ട്. വിനയ, ഇപ്പോൾ പീഡിപ്പിച്ച പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. എപ്പോഴേക്കായിരിക്കും പ്രതിയെ കോടതിയിൽ ഹാജരാക്കുക? കൂടാതെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കൂടുതൽ വിവരങ്ങളും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ടല്ലോ, എന്തൊക്കെയാണ് വിവരങ്ങൾ? കാർത്തു, പ്രതിയെ ഇപ്പോഴും ചോദ്യം ചെയ്യൽ തുടരുകയാണ്. പ്രതിയെ ചോദ്യം ചെയ്യാൻ ഇനി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരടക്കം തന്നെ എത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷമായിരിക്കും പ്രതിയെ കോടതിയിൽ ഹാജരാക്കുകയും മറ്റു നടപടിക്രമങ്ങളിലേക്ക് അടക്കം തന്നെ കടക്കുന്നത്. ആദ്യം ഇതൊരു തിരോധാന കേസുമായി രജിസ്റ്റർ ചെയ്യുന്നു, പിന്നീട് അമ്മ പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ കേസാക്കുന്നു. ഇപ്പോഴിതാ ഈ കുട്ടി 3 വയസ്സുകാരി പീഡനത്തിനിരയായി, ലൈംഗിക പീഡനത്തിനിരയായി എന്ന കണ്ടെത്തലുകളാണ് വരുന്നത്. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതോടെയാണ് ഈ പീഡന വിവരം അടക്കം തന്നെ പുറം ലോകം അറിയുന്നത്. വളരെ നേരിട്ട് അതിക്രൂര പീഡനമാണെന്നാണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അടക്കം തന്നെ വ്യക്തമാക്കിയിരിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട, ഈ പീഡനവുമായി ബന്ധപ്പെട്ട് അച്ഛന്റെ ബന്ധുവ് തന്നെയാണ് ഈ പോലീസിന്റെ പിടിയിലായിരിക്കുന്നത്. കൊലപാതകത്തിന് ശേഷം വലിയ രീതിയിലുള്ള ചോദ്യം ചെയ്യൽ തന്നെയായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. ഈ ബന്ധുക്കളെ അടക്കം വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്ന നിലയിലേക്ക് അടക്കം തന്നെ പോലീസ് കടന്നിട്ടുണ്ടായിരുന്നു. ഈ ചോദ്യം ചെയ്യലിലാണ് ഈ പീഡന വിവരം അടക്കം തന്നെ പുറത്തു വരുന്നത് എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ബന്ധുക്കൾ ഓരോരുത്തരെയും വിളിച്ച് ചോദ്യം ചെയ്യുന്നു. ആ ചോദ്യം ചെയ്യലിൽ ഈ പ്രതിയോട്, അതായത് ഇപ്പോൾ പോലീസ് പിടികൂടിയിരിക്കുന്ന ഈ ബന്ധുവിന്റെ മൊഴിയിൽ പരസ്പര വിരുദ്ധമായിട്ടുള്ള മൊഴി വരുന്നു. അതിനുശേഷം പോലീസ് കൂടുതൽ ചോദ്യം ചെയ്യലിലേക്ക് കടക്കുന്നു. ഈ ചോദ്യം ചെയ്യലിൽ ആദ്യം ഈ പ്രതി ഇത് നിരസിച്ചിരുന്നെങ്കിലും പിന്നീട് ഈ പോലീസ് നിരന്തരമായിട്ടുള്ള ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിക്കുകയായിരുന്നു. പോലീസ് സ്റ്റേഷനിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് താൻ ഇത്തരത്തിൽ ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന് പോലീസിനോട് പറയുകയായിരുന്നു. അതാണ് ഈ കേസിലെ ഏറ്റവും നിർണായകമായ വഴിത്തിരിവിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. ഒരു തിരോധാനത്തിൽ തുടങ്ങിയപ്പോൾ ആ കുട്ടി 3 വയസ്സുകാരിയായിട്ടുള്ള കുട്ടി പീഡനത്തിനിരയായി എന്നാണ് പോലീസ് അടക്കം തന്നെ കണ്ടെത്തിയിരിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. ഓരോ മണിക്കൂറുകൾ കൂടുന്നോറും കൂടുതൽ വിവരങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത് എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുത്തൻകുരിശ് പോലീസാണ് ഈ പ്രതിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പോക്സോ വകുപ്പുകളടക്കം ചുമത്തിയാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്യൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ തെളിവുകളടക്കം തന്നെ ശേഖരിക്കേണ്ടതുണ്ട്. ഈ പ്രതി കുറ്റം സമ്മതിച്ചത് പിന്നാലെ തന്നെ പ്രതിയുടെ വീട്ടിൽ പോയി മറ്റു തെളിവുകളടക്കം തന്നെ ശേഖരിക്കുന്ന നിലയിലേക്ക് അടക്കം തന്നെ പോയിരുന്നു. ഈ വസ്ത്രങ്ങളും മറ്റു തെളിവുകളടക്കം തന്നെ പോലീസ് കണ്ടെത്തിയിരുന്നു. ഈ തെളിവുകളടക്കം തന്നെ മുന്നിൽ വെച്ചുകൊണ്ട് പിന്നെ ചോദ്യം ചെയ്തപ്പോഴാണ് താൻ ചെയ്തു അല്ലെങ്കിൽ തെറ്റ് പറ്റിപ്പോയി എന്ന് പ്രതി പോലീസിന് മുന്നിൽ കുറ്റസമ്മതം നടത്തിയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷമായിരുന്നു പിന്നീട് ഈ പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത്. കൂടാതെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ, ഈ കേസുമായി ബന്ധപ്പെട്ട് അമ്മയ്ക്ക് അറിയുമോ, അല്ലെങ്കിൽ കുട്ടി പീഡനത്തിനിരയായി എന്ന് അമ്മയ്ക്ക് അറിയുമോ എന്നതാണ് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്ന് പറയുന്നത്. നേരത്തെ ഈ കുട്ടിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ കുട്ടിയുടെ കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വീട്ടിലേക്ക് മൃതദേഹം കൊണ്ടുപോകുമ്പോൾ തന്നെ അമ്മയെ കസ്റ്റഡിയിൽ വാങ്ങാനായിരുന്നു പോലീസിന്റെ തീരുമാനം. എന്നാൽ ആ സമയത്താണ് പോലീസിന് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടക്കം തന്നെ പോലീസിലേക്ക് ലഭിക്കുന്നതും പിന്നീട് ഈ കസ്റ്റഡി അപേക്ഷ നൽകുന്നതിന് മുൻപ് തന്നെ തിരിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി ചോദ്യം ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ചോദ്യം ചെയ്യലിൽ അമ്മയോട് പ്രധാനമായും ആദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നത് എന്തിനാണ് ഈ കൊലപാതകം നടത്തിയത് എന്ന് തന്നെയായിരുന്നു. എന്തിനാണ് ഈ കൊലപാതകം നടത്തിയതെന്ന ചോദ്യത്തിന് അമ്മയ്ക്ക് മറുപടിയില്ലായിരുന്നു. പ്രധാനമായും തനിക്ക് തോന്നി അല്ലെങ്കിൽ താൻ ചെയ്തു എന്ന് മാത്രമായിരുന്നു അമ്മ മറുപടി നൽകിയിട്ടുണ്ടായിരുന്നത്. പിന്നീടാണ് കുട്ടിക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ, കുട്ടിക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ എന്നൊരു ചോദ്യം ചോദിച്ചിരുന്നു. ആ ചോദ്യത്തിനടക്കം തന്നെ മൗനമായിരുന്നു അമ്മയ്ക്കുണ്ടായിരുന്നത്. അതിനുശേഷമാണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്ന കാര്യവും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കുട്ടിക്ക് അല്ലെങ്കിൽ കുട്ടി ലൈംഗികമായിട്ടുള്ള ഒരു പീഡനത്തിനിരയായിട്ടുള്ള കാര്യമടക്കം തന്നെ ഉണ്ട്, അതിനെക്കുറിച്ച് അറിയുമോ എന്നൊരു ചോദ്യം അമ്മയോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അതിലും അമ്മ പ്രധാനമായും മൗനം തന്നെയായിരുന്നു തുടർന്നിട്ടുണ്ടായിരുന്നതെന്നാണ് പോലീസ് പറയുന്നത്. അമ്മ നിലവിൽ ചങ്ങമ്പനാട് പോലീസ് സ്റ്റേഷനിലാണുള്ളത്. അമ്മയെ ചോദ്യം ചെയ്തു വരികയാണ്. അമ്മയുടൻ തന്നെ കസ്റ്റഡിയിൽ വാങ്ങുമെന്നാണ് പോലീസ് അടക്കം തന്നെ വ്യക്തമാക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. ഈ കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷമായിരിക്കും ഇനി അമ്മയെ കൂടുതൽ ചോദ്യം ചെയ്യലിന് വിധേയമാക്കും. എന്തിനാണ് ഈ കൊലപാതകം നടത്തിയത്, അല്ലെങ്കിൽ ഈ കുട്ടി ഇത്തരത്തിൽ ലൈംഗികമായി ചൂഷണത്തിനിരയായ സംഭവം അമ്മയ്ക്ക് അറിയായിരുന്നു
ുള്ള ചോദ്യങ്ങൾ ഇനിയും ബാക്കിയാണ്. അതിനെല്ലാം തന്നെ ഇനിയും ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. ആ ഉത്തരത്തിന് വേണ്ടി തന്നെയാണ് പോലീസ് അടക്കം തന്നെ ചോദ്യം ചെയ്യൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നിലവിൽ നമ്മളിപ്പോൾ നിൽക്കുന്നത് പുത്തൻകുരിശ് പോലീസ് സ്റ്റേഷനിലാണ്. ഇവിടെയാണ് ബന്ധു ഉള്ളത്. ആ ബന്ധുവിനെ ഇപ്പോൾ ചോദ്യം ചെയ്യൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പോലീസ് ഇനി അല്പസമയത്തിനകം തന്നെ ഉന്നത ഉദ്യോഗസ്ഥരടക്കം തന്നെ ഈ പോലീസ് സ്റ്റേഷനിലെത്തും. ചോദ്യം ചെയ്യലിന് നേതൃത്വം നൽകുമെന്നാണ് മനസ്സിലാക്കുന്നത്. കൂടാതെ തന്നെ കഴിഞ്ഞ ദിവസം ഈ പ്രതി കുറ്റം സമ്മതിച്ചതിന് പിന്നാലെ തന്നെ വീട്ടിലേക്ക് പോയി തെളിവുകളും മറ്റും ശേഖരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ പോലീസ് ഇയാളുടെ ഫോൺ അടക്കം തന്നെ പരിശോധിക്കുന്ന ഒരു നിലയിലേക്ക് അടക്കം തന്നെ കടന്നിരുന്നു. ഈ ഫോൺ പരിശോധിച്ചതിലടക്കം തന്നെ ഇയാൾ ലൈംഗിക വൈകൃതത്തിന് അടിമയാണ് എന്നടക്കമുള്ള കാര്യങ്ങൾ പോലീസ് കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ കാര്യങ്ങളിലടക്കം തന്നെ മറ്റു ശാസ്ത്രീയ പരിശോധനകളൊന്നും തന്നെ ഫോണിൽ നടത്തിയില്ല. പോലീസ് സ്റ്റേഷനിൽ വെച്ച് തന്നെയായിരുന്നു ഈ ഫോണിലുള്ള പരിശോധന അടക്കം തന്നെ നടത്തിയിട്ടുണ്ടായിരുന്നത്. നിലവിൽ എന്തായാലും ഇപ്പോഴും ഇയാളെ ഈ ചോദ്യം ചെയ്യൽ തുടരുകയാണ് കാർത്തു. വിനയ, അതുപോലെ തന്നെ കുട്ടി കൊല്ലപ്പെടുന്നതിന്റെ തലേ ദിവസവും പീഡനത്തിനിരയായു എന്ന തരത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ബന്ധു എന്ന് പറയും, ഈ പ്രതിയായിട്ടുള്ള ബന്ധു ഇതിനു മുമ്പും പോക്സോ അടക്കമുള്ള കേസുകളിൽ പ്രതിയായിരുന്നു. അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട്. കാർത്തു, നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്ന സമയത്ത് തന്നെ വ്യക്തമാക്കിയിരുന്നു, ഒരു തവണയല്ല പല തവണയായി കുട്ടി ലൈംഗികമായി പീഡനത്തിന് ഇരയായിട്ടുണ്ട് എന്നായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായിട്ടുണ്ടായിരുന്ന കാര്യം. കൂടാതെ തന്നെ ആന്തരിക അവയവങ്ങളിലടക്കം തന്നെ മുറിവുകൾ കണ്ടെത്തുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നത്. ഈ കുട്ടി കൊല ചെയ്യപ്പെടുന്നതിന്റെ തലേ ദിവസം കൂടി ഈ കുട്ടി ഇതുമായി ബന്ധപ്പെട്ട് ഈ ചൂഷണത്തിനിരയായിരുന്നുവെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലടക്കം വ്യക്തമാക്കുന്ന ഒരു കാര്യം. ഒരു നാടിന്റെ തന്നെ നോവായി മാറിയ കുട്ടി, ആ പ്രതി അല്ലെങ്കിൽ വീട്ടിലടക്കം തന്നെ പൊതുദർശനം അടക്കം തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോഴും ആ പ്രതി അല്ലെങ്കിൽ ഇപ്പോഴും ആ കുട്ടിയെ പീഡിപ്പിച്ചു എന്ന് പറയുന്ന ആ പ്രതി അടക്കം ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അത്തരത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അല്ലെങ്കിൽ നമ്മൾ കൂടി പ്രതീക്ഷിക്കാത്ത ഒരു നിലയിലേക്കാണ് ഈ കേസ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നേരത്തെ തന്നെ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്ന സമയത്ത് പോലീസിന് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സൂചനകളടക്കം തന്നെ ലഭിച്ചിരുന്നു. എന്നാൽ ചെറിയ കുട്ടിയുടെ കാര്യമാണ്. അത് വളരെ സൂക്ഷ്മതയോടെ തന്നെയാണ് പോലീസ് അടക്കം തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ കുട്ടിയെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ തന്നെ ചെറിയ സൂചനകളടക്കം തന്നെ പോലീസിന് ലഭിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അമ്മയെ അന്ന് കസ്റ്റഡി അപേക്ഷ നൽകാതെ പോലീസ് സ്റ്റേഷനിലേക്ക് തിരികെ കൊണ്ടുപോയി വീണ്ടും ചോദ്യം ചെയ്യലിന് വിധേയമാക്കിയിട്ടുണ്ടായിരുന്നത്. നേരത്തെ ഈ വാർത്തകൾ കൊടുക്കുന്നതുമായി അല്ലെങ്കിൽ നേരത്തെ ഈ വാർത്തകൾ കൊടുത്തപ്പോൾ നമ്മൾ ഉന്നയിച്ച ഒരു ചോദ്യം അല്ലെങ്കിൽ നമ്മൾക്ക് എല്ലാവർക്കും കിട്ടേണ്ട ഒരു ഉത്തരം എന്ന് പറയുന്നത് അമ്മ എന്തിനാണ് ഈ കൊലപാതകം നടത്തിയത് എന്ന ചോദ്യമായിരുന്നു ഉണ്ടെങ്കിൽ ഇപ്പോൾ നിരവധി ചോദ്യങ്ങളാണ് ബാക്കി നിൽക്കുന്നത് അല്ലെങ്കിൽ നിരവധി ചോദ്യങ്ങളാണുള്ളത്. ഒന്ന്, അമ്മ എന്തിന് ഈ കൊലപാതകം നടത്തി? അമ്മയ്ക്ക് ഈ കുട്ടി ഇത്തരത്തിൽ ലൈംഗികമായി ചൂഷണത്തിന് വിധേയമായ കാര്യം അറിയുമോ എന്നടക്കമുള്ള ചോദ്യങ്ങൾ ഇപ്പോൾ ബാക്കിയായി വരികയാണ്. അത്തരത്തിൽ അതിക്രൂരമായിട്ടുള്ള പീഡനത്തിനാണ് കുട്ടി ഇരയായതെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അടക്കം തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. കുട്ടിയുടെ ശരീരത്തടക്കം തന്നെ മുറിവുകൾ കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ സാഹചര്യത്തിലടക്കമാണ് ഈ പരിശോധനകൾ ശക്തമാക്കാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നതും ഈ പ്രതിയിലേക്ക് അടക്കം തന്നെ എത്തിയിട്ടുമുണ്ടായിരുന്നതും. കൂടാതെ ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ നേരത്തെ ഈ ബന്ധുക്കളെ അടക്കം തന്നെ ചോദ്യം ചെയ്യലിലേക്ക് വിധേയമാക്കുന്ന ഒരു സാഹചര്യം അടക്കം ഉണ്ടായിരുന്നു. ബന്ധുക്കളടക്കം ഓരോരുത്തരെയും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി കൊല്ലപ്പെട്ട 3 വയസ്സുകാരിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നടക്കുന്ന വിവരങ്ങളാണ് ലഭ്യമാകുന്നത്. പീഡനത്തിന് ഇരയാക്കിയ ബന്ധുവിന്റെ അറസ്റ്റ് അടക്കം ഇപ്പോൾ പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബന്ധുവിനെ ഇപ്പോൾ കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണ്. വിനയരാജാണ് ആ വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ പുറത്തുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് പോകുന്നത്. കൊടുവള്ളിയിൽ തട്ടിക്കൊണ്ടുപോയ യുവാവിനെ കണ്ടെത്തി. മലപ്പുറം കൊണ്ടോട്ടിയിൽ നിന്നാണ് കണ്ടെത്തിയത്.